الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارحه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദീർഘനേരം കാസറ്റ് റെക്കോർഡ് ഇട്ടുകാണ്ട് ഇങ്ങനെ സമയം ഉപയോഗപ്പെടുത്തിയിരിക്കുക. നല്ല നല്ല കാസറ്റുകൾ തന്നെയാണ്. സാധാരണ എന്നും ഉണ്ടാവില്ലെങ്കിലും ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പം കഴക്കൂട്ട ഉസ്താദ് ഇന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിനി, പക്ഷെ എന്തോ അസൗകര്യം കൊണ്ട് എത്തിക്കണ്ടില്ല. ഇന്ന് ക്ലാസ് ഉണ്ടാകുമെന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മേലിൽ ഫാത്തിഹ ഓതി ദുആ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ ദിവസമായിരുന്നു. പക്ഷേ അസൗകര്യങ്ങൾ നാട്ടിലാവുമ്പോ അങ്ങനെയാണല്ലോ, പ്രധാനപ്പെട്ട എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നെ അഡ്മിന്മാര് ശ്രദ്ധിക്കാത്തത് കൊണ്ടോ എന്തോ നമ്മളെ ടി.സി. ഉസ്താദ് സിനാൻ എന്ന പേരിൽ ക്ലാസ്സിൽ വരുന്ന ഉസ്താദ് കുറെ സമയം കൈപ്പൊക്കി നിന്നിരുന്നു. പക്ഷേ റെക്കോർഡ് വെച്ച ആ കാസറ്റ് വർക്ക് ചെയ്തതല്ലാതെ അദ്ദേഹത്തിന് മൈക്കെടുക്കാൻ സാധിച്ചില്ല. കുറെ അധികം സമയം അദ്ദേഹം കൈപ്പൊക്കി നിന്നിരുന്നു. അത് അശ്രദ്ധ കൊണ്ട് വന്നതാവാനാണ് സാധ്യത എന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് അത് അപ്പോക്ക് മറ്റേ സൈനി അവർകളും വന്നിരുന്നു. ഇത് നിസാർ സൈനി വന്ന സമയത്ത് അപ്പോഴും ഉണ്ട് നമ്മളെ സിനാൻ ഉസ്താദ്. അപ്പോ മൈക്കൊന്ന് ഒഴിവാക്കി കൊടുത്തു. അദ്ദേഹം ഒരിക്കൽ മൈക്ക് എടുത്തപ്പോ ശബ്ദം കണ്ടില്ല. അപ്പൊ പിന്നെ സൈനി ഉസ്താദ് എടുത്തു. അൽഹംദുലില്ലാഹ് ഖൈർ തന്നെ. അപ്പൊ അത് ശ്രദ്ധക്കുറവ് കൊണ്ടാവാനാണ് സാധ്യത. മനഃപൂർവ്വം ഏതായാലും അങ്ങനെ വരൂല എന്ന് ഉറപ്പല്ലേ. കാരണം ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടി.സി. ഉസ്താദിനെ പോലത്തെ വലിയ വലിയ ഉസ്താദന്മാരൊക്കെ കൈപൊക്കി നിൽക്കുമ്പം റെക്കോർഡ് പ്ലേ ചെയ്യിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരിക്കലും വരൂല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. ഏതായാലും ആട്ടെ, കുറച്ച് സമയം നമുക്ക് ഫത്ഹുൽ മുഈൻ ഓതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നജസിന്റെ ബാബാണല്ലോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു നീണ്ട ശർഹായത് കൊണ്ട് ഒരു മത്തിനിന്റെ അടുത്ത് എത്തിച്ച് നിർത്താൻ കഴിഞ്ഞില്ല. ഇടക്ക് വെച്ച് നിർത്തിയേക്കാണ്. അതിന്റെ ബാക്കി ഭാഗം കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് ഓതാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ ആഴ്ച ഇപ്പൊ ശനി ഞായർ ഇന്ന് തിങ്കളാ. ഈ ആഴ്ച ആയതിന് ശേഷം നമ്മളെ പ്രിയപ്പെട്ട ആലു രാജി അവർകളെ കണ്ടിട്ടില്ല. ജോലി സംബന്ധമായോ മറ്റോ അസൗകര്യങ്ങൾ വല്ലതും വന്നിട്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല. നമ്മളെ പ്രിയപ്പെട്ട കീശേരി സാധാരണ അത് പബ്ലിക്കില് ഫത്ഹുൽ മുഈന്റെ ഇബാറത്ത് അടിക്കുന്നുണ്ട്. ആരും മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാം അല്ലാഹു തമ്പുരാന്റെ പൊരുത്തത്തിന്, അതുപോലെ തന്നെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടാനും കാരണമാക്കി തരുമാറാകട്ടെ. വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആലുരാജി സാഹിബിന് അവിടെ നെറ്റ് പ്രോബ്ലം ആണ് എന്നാ പറഞ്ഞ്. ആട്ടെ, അല്ലാഹു തആല എല്ലാ തടസ്സങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. കാരണം മസ്അല പറയുമ്പോ എല്ലാവർക്കും കേൾക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കിതാബ് ഓതുമ്പോഴേ
ഇൽമുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളുകൾ മുന്നിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായാൽ ഒരു സുഖ. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പരമാവധി ഞാൻ കീഴ്പ്പെട്ടിറങ്ങാറുണ്ട്. എന്നാലും ഒരു കിതാബ് തീരെ ഓതി ബന്ധമില്ലാത്ത ആളുകൾക്ക് ആ ചോദ്യോത്തരത്തിന്റെ സമയത്തുള്ളത് പോലെ ഒരു സന്തോഷം കിതാബ് ഇബാറത്ത് വായിച്ച അർത്ഥം വെക്കുമുണ്ടാവില്ല. കാരണം അത് പരിചയം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അതേ സമയത്ത് ആലൂരാജിനെ പോലെ വലിയ വലിയ ഉസ്താദന്മാര് അടുത്തുനിന്നൊക്കെ ഓതിയ ആളുകള്, അതുപോലെ നമ്മളെ കീശേരി, അങ്ങനത്തെ കുറച്ച് മുതഅല്ലിമീങ്ങളായിട്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടായാൽ കുറച്ചുകൂടി എന്താവും, സാധാരണ നമുക്ക് ഫത്ഹുൽ മുഈൻ കുറച്ച് സമയം ഓതുമ്പം അത് കിതാബ് ഓതി പരിചയമില്ലാത്തവർക്കും കൂടി മനസ്സിലായിക്കോട്ടെ എന്നുള്ള ആൾക്കായി വെറും നാടൻ വിശദീകരണത്തിലേക്ക് വരികയും ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഫലപ്പെട്ടോട്ടെ എന്നുള്ള നിലക്ക് അള്ളാഹു തആല കബൂലാക്കട്ടെ. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു തആല മാപ്പാക്കട്ടെ എന്ന് ദുആ ചെയ്ത് വിഷയത്തിലേക്ക് വരാം. ഫത്ഹുൽ മുഈൻ ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വഅഫ്താ ശൈഖുന, മഹാനായ ഷെയ്ഖ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, അഫ്തൽ ഹാഫിദ് അല്ലല്ലോ, അഫ്താ ശൈഖുന അവിടെ അല്ലല്ലോ വെച്ച്, അവിടെ അഫ്തൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി അവിടെയാണോ കിശിരിയെ? അവിടെ എത്തിയണോ? എവിടെയാണ്? അഫ്താ ശൈഖുന എന്ന് പറഞ്ഞോടത്താണ് വെച്ചത്. വെച്ച് കിശിരിയെ അടിച്ചു കൊടുത്തല്ലല്ലോ കാണുന്നത്. ഇപ്പൊ എന്റെ അഫ്താ ശൈഖുന അഫ്തൽ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന ഭാഗം ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല, എവിടെയുള്ളത് എന്നുള്ളത്. അതെ, ഇന്നലെ വെച്ച സ്ഥലം ഞാൻ ഇമാമുൽ ഹറമൈനിയെ തൊട്ടിട്ട് ഫഫിൽ കിഫായത്തി അനിൽ ഇമാമി അന്നഹാ നജസത്തുൻ വലാ യജിബു ഗസ്ലു ദക്രിൽ മുജാമി വൽ ബൈറി വൽ വലദി അവിടെ വെച്ച് ഉണ്ടോ? ഇപ്പൊ അടിച്ചതായി ശരി. അഫ്താ ശൈഖുന, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു ബിൽ അഫ്വി, വിടുതിയുണ്ട് എന്ന്. എന്തിനെ തൊട്ട്? അൻ റുതൂബത്തിൽ ബാസൂർ, മൂലക്കുരുവിൽ നിന്നും പുറപ്പെടുന്ന പസർമ, നനവ്, അതിനെ തൊട്ട്. അത് രക്തോ പഴുപ്പോ ഒക്കെ ആവാം. എങ്ങനെയുള്ള ബാസൂറിന്റെ റുതൂബത്താണ്? അൽ മുബ്തല ലി മുബ്തല ബിഹ, അതിങ്ങനെ എപ്പോഴും നിരന്തരം അല്പാൽപമായി ഇങ്ങനെ ഒരു വിയർപ്പ് പോലെ പഴുപ്പോ രക്തമോ ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂലക്കുരുവിന്റെ രോഗി. അങ്ങനെയുള്ള രോഗിയെ സംബന്ധിച്ച് സംഗതി ഈ പുറപ്പെടുന്നത് രക്തമാണെങ്കിലും പഴുപ്പാണെങ്കിലും അത് നജസാണെന്നുള്ള ഉറപ്പാണ്. പക്ഷേ അവനെ സംബന്ധിച്ച് മറ്റൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് അഫു ചെയ്യപ്പെടും, അതോടുകൂടി അവന് നിസ്കരിക്കൽ പറ്റും എന്നർത്ഥം. അതാ അഫു ചെയ്യപ്പെടുക എന്നാൽ സാധന നജസ് തന്നെയാണ്, പക്ഷെ നിസ്കാരാദി കാര്യ അമലുകൾ ചെയ്യുന്നതിന് തടസ്സമില്ല, അത് വിടുതിയാണ് എന്ന്. ഇനി മേപ്പെട്ട പോടത് അതിന് നേരെ ചേർന്നിട്ടാ പറഞ്ഞതെങ്കിലും വിഷയം വേറെ. ഇപ്പൊ പറഞ്ഞത് എവിടെ?
സാധനം മൂലക്കുരുവിൽ നിന്നും പുറപ്പെടുന്ന രക്തം, പഴുപ്പ് പോലെയുള്ള പശർമ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നജസാണെങ്കിലും അതോടുകൂടി നിസ്കരിക്കാം, അത് അഫ്വാണ് എന്നൊരു ഫത്വ. ഇനി മേപ്പെട്ടു പോവുകയാണ്. എന്താണ്? ബൽഅമു, പണ്ട് പറഞ്ഞത് നമ്മള് കഫം അത് ത്വാഹിറാണ്, അവിടത്തേക്ക് അങ്ങോട്ട് അത്വാണ്. അതിപ്പോ എവിടെയാ പറഞ്ഞത്? കേട്ടോ, അങ്ങനെ അത്ഫ് നോക്കണ്ട്. കുറെ മേപ്പെട്ട എവിടോ ആണത് പറഞ്ഞത്. ബൽഅമു വൈരി മഅദത്തിൻ മിൻ റഅസിൻ ഔ സദ്രിൻ, നെഞ്ഞിൽ നിന്നോ തലയിൽ നിന്നോ ഒക്കെ പുറപ്പെടുന്ന ആമാശയത്തിൽ നിന്നല്ലാതെ വരുന്ന കഫം ത്വാഹിറാണ് എന്ന് പറഞ്ഞു. എന്നതുപോലെ ഭക്ഷിക്കാൻ, മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ മുട്ട അത് ത്വാഹിറാണ്. കഥാനര അഫുണ്ട് എന്നല്ല പറഞ്ഞോടത്തേക്കല്ല, മേലോടത്തേക്കാണ് അത്ഫ് എന്നർത്ഥം. അപ്പൊ ഭക്ഷ്യയോഗ്യമായ ജീവികളുടെ മുട്ട ത്വാഹിറാണ്. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ മുട്ടയോ അതും ത്വാഹിർ തന്നെയെന്ന്. ഇപ്പൊ ഉദാഹരണം, കീശിരി നമ്മളൊക്കെ മൂച്ചിക്കൊമ്പത്ത് കാക്ക കൂടുകൂട്ടും. കാക്ക കൂടുകൂട്ടിയാല് കുറച്ചു ദിവസം കഴിഞ്ഞാൽ മുട്ട ഇട്ടിട്ടുണ്ടാവും. മുട്ട വിരിയുന്നതിന് മുമ്പ് നല്ല ധൈര്യവും കയ്യിലൊരു വടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മാവും കൊമ്പത്ത് കേറിയിട്ട് കാക്കമുട്ട എടുത്തു കൊണ്ടുവന്നാല് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാന്ന് അതാ പറഞ്ഞ്. കാക്കച്ചി എന്ന് പറയണം, അങ്ങനെയല്ലേ ബഹുമാനം. കാക്കാന്ന് പറഞ്ഞാല് ആൾക്കാർ ദേഷ്യം പിടിക്കും, മനസ്സിലായില്ലേ? അപ്പൊ കാക്കച്ചിന്റെ മുട്ട കാക്കനെ അർത്ഥം തിന്നാൻ പറ്റൂല, അത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാണ്. പക്ഷേ കാക്കമുട്ട മാവിൻ കൊമ്പത്ത് ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടുവന്ന് കിട്ടിയാല് ഫ്രൈ ആക്കിയിട്ട് ഭക്ഷിക്കാതെ. പക്ഷേ കാക്ക തല വെച്ചക്കൂല, കൊത്തിപ്പൊളിക്കും. അതൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. പക്ഷെ കിട്ടിയ ഭക്ഷിക്കാന്ന്, മനസ്സിലേ? പിന്നെ നാട്ടിൽ നടന്ന് കൊത്തും കാക്ക, ആ ധൈര്യം വേണം, എന്നാലേ നടക്കാൻ കഴിയുള്ളൂ. അത് പക്ഷെ നമ്മളെ ബസ്സിൽ ഇപ്പൊ അത് എടുത്താലും വണ്ടിയിൽ എടുത്തിട്ട് നിങ്ങൾ വേണ്ടില്ല. അങ്ങനത്തെ ഒരു കാക്കമുട്ട കിട്ടിയാൽ അത് ഫ്രൈ ആക്കിയിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല, സംഗതി ത്വാഹിറാണ്. അതാ ത്വാഹിറാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പറയുന്നു യഹല്ലു അക്ലുഹു. ത്വാഹിറാണെന്ന് മാത്രമല്ല, മാംസം ഭക്ഷിക്കാത്ത ജീവിയുടെ മുട്ടയാണെങ്കിൽ പോലും ഭക്ഷിക്കൽ ജായിസാകും, ഹലാലാകും, മനസ്സിലായില്ലേ? അപ്പൊ അത് ത്വാഹിറുമാണ്. കൂട്ടത്തിൽ പറഞ്ഞൊരു മസാലയാണ് ഭക്ഷിക്കൽ. ഇപ്പൊ ഇവിടുത്തെ വിഷയം നജസാണോ ത്വാഹിറാണോ എന്നുള്ളതാ. സാധനം ത്വാഹിറാണ്, അത് വേണമെങ്കിൽ ഭക്ഷിക്കുകയും ചെയ്യാം, അലല സ്വഹി. ഭക്ഷ്യയോഗ്യമായ കോഴി പോലത്തെ, താറാവ്, പ്രാവ് പോലത്തെ മുട്ട പറ്റുമെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ കാക്ക പോലെ മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ മുട്ടയും ത്വാഹിറായതിന്റെ പുറമെ ഭക്ഷിക്കലും ഹലാലാവും. അതുപോലെ തന്നെ ഷഹർ മൗകൂലിൻ, ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ രോമം അത് ത്വാഹിറാണ്. വരീശുഹു, ഭക്ഷിക്കാൻ പറ്റുന്ന പക്ഷികളുടെ ചിറക് അതും ത്വാഹിറാണ്. എപ്പ ത്വാഹിറാണ്? ഇതാ ഉബീന, ഈ മൃഗങ്ങളിൽ നിന്നുള്ള രോമം, പക്ഷികളുടെ തൂവൽ എന്നിവ വേർപ്പെടുത്തപ്പെട്ടാൽ ഫീ ഹയാത്തിഹി, ആ ജീവിയുടെ ജീവിത സമയത്ത്. ഞാൻ അർത്ഥത്തായാലും ഓക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളാണല്ലോ ഒട്ടകം, ആട്, മാട്, മുയല് തുടങ്ങിയ ജീവികൾ. അവയുടെ ശരീരത്തിൽ നിന്നും ജീവനുള്ള സമയത്ത് മുറിച്ചെടുക്കുന്ന രോമം ത്വാഹിറാണ്. ചത്താലോ? ചവന്ന നജസായി, അപ്പൊ അതിന്റെ രോമം നജസായി. എന്നാൽ അർത്താലോ? അർത്ഥ സാധനം നജസല്ലല്ലോ, എന്നാൽ രോമം നജസല്ല. ഇവിടെ ഇപ്പൊ പറയുന്ന ജീവനുള്ള സമയത്ത് തന്നെ മുറിച്ചെടുത്താൽ ത്വാഹിറാണ് എന്നാ. അതേ സമയത്ത് ഒരു വലിയ ഒരു കാളുണ്ട്, ആ കാളന്റെ ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞന്റെ ഒരു കഷ്ണോ അല്ലെങ്കിൽ തൊടയുടെ ഒരു കഷ്ണോ മുറിച്ചെടുത്തു, എന്നാൽ നജസ.
അർത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന മൃഗത്തിനെ തന്നെ ജീവനുള്ള സമയത്ത് ഒരു കഷ്ണം മുറിച്ചെടുത്താൽ നജസ ശവത്തിന്റെ വിദ്യ. എന്നാൽ രോമം അങ്ങനെയല്ല. അർത്താൽ ഭക്ഷിക്കാൻ പറ്റുന്ന ജീവികളുടെ ദേഹത്തിൽ നിന്നും മുറിച്ചെടുക്കുകയോ പറിച്ചെടുക്കുകയോ ചെയ്യുന്ന രോമം ത്വാഹിറാണ്. അർത്താൽ ഏതായാലും ത്വാഹിറാണെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഇത്തരം ജീവികൾ ചത്താലോ? ചത്താ നജസ. അപ്പൊ രോമവും നജസ് തന്നെയാണ്. അതുപോലെ തന്നെ തൂവല്, കോഴിന്റെ തൂവല്, താറാവിന്റെ തൂവല്, പ്രാവിന്റെ തൂവല് പോലെയുള്ള ഭക്ഷ്യയോഗ്യമായ പക്ഷികളുടെ ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കുകയോ മുറിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന തൂവൽ, അതും ത്വാഹിറാണ്. അത് അറുത്താൽ അതിൽ നിന്നിട്ട് പിന്നെ ഏതായാലും ത്വാഹിറാന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ കോഴിയോ അതുപോലെ താറാവോ പ്രാവോ പോലെയുള്ള ഭക്ഷ്യയോഗ്യമായ ജീവികൾ ചത്താലോ? ചത്താ നജസാണ്. ആ നജസായതുപോലെ തന്നെ അവയുടെ എന്തു നജസ് തന്നെയാണ്? തൂവലും നജസായി. കാരണം ചത്തല്ലോ. അപ്പൊ ജീവനുള്ളപ്പോഴോ അർത്ഥത്തിന് ശേഷമോ എടുത്ത രോമങ്ങളും തൂവലുകളും ത്വാഹിറാണ്. അപ്പൊ ഞാൻ അങ്ങനെയല്ല. വലൂശക്ക ഒരാൾക്ക് സംശയം നേരിട്ടു. ഫീ ഷാരിൻ, ഒരു രോമത്തെക്കുറിച്ച്, ഒരു മുടിയെക്കുറിച്ച് സംശയം നേരിട്ടു. ഔനൈവി എന്ന് പറഞ്ഞാൽ അതായത് തൂവലിനെ പറ്റി പോലെയുള്ള ഒരു വസ്തുവിനെ പറ്റി, ഇനി വേണ്ട എല്ലുൾപ്പെടെയുള്ള വസ്തുവിനെ പറ്റി. എന്താണ്? അഹുവ മിൻ മഅ്കൂലിൻ, ഈ രോമം അതല്ലെങ്കിൽ ഈ തൂവല് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയുടേതിൽ ആണോ, അതല്ല വൈരിഹി ഭക്ഷിക്കാൻ പറ്റാത്തതാണോ? ഉദാഹരണം, ഒരു തൂവല് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കോഴി അറുത്തിട്ട് തൂവല് പറിച്ചെവിടോ ഇവിടെ ഇട്ടിന്. അതല്ലെങ്കിൽ കോഴികൾ ഇങ്ങനെ നടക്കുന്ന തമ്മിൽ കൊത്തുകൂടിയിട്ടും അല്ലാതെയും ഒക്കെ ജീവനുള്ള സമയത്ത് കൊഴിഞ്ഞു വീഴുന്ന കറുത്ത കോഴികളുണ്ട് അവിടെ. അപ്പൊ കൂട്ടത്തിൽ ഒരു കറുത്ത തൂവല് കിടക്കുന്നുണ്ട്. ഈ കറുത്ത തൂവല് കാക്കന്റെ തൂവലാണോ അതല്ല കോഴിയുടേതാണോ എന്നൊരു സംശയം. അതല്ല, ഇവന്റെ വീട്ടില് വളർത്തുന്ന കുറെ വളർത്തു മുയലുകളുണ്ട്. ഈ മുയല് വല്ലാതെ അടുത്തുക്കും. അപ്പൊ അങ്ങനെ ശരീരം തൊട്ട് തടങ്ങി. പൂച്ചയുണ്ട്. അങ്ങനെ കയ്യിലൊരു രോമം കണ്ട്. അപ്പൊ ഇതിനൊരു സംശയം, ഇത് പൂച്ചന്റെ ദേഹത്ത് നിന്ന് വന്ന രോമാണോ അതല്ല മുയലിന്റെ ശരീരത്തിൽ നിന്ന് വന്ന രോമാണോ? മുയലാണെങ്കിൽ ഭക്ഷ്യയോഗ്യമായ ജീവിയാണ്. അതിന്റെ ദേഹത്തിൽ നിന്നിട്ട് ജീവനുള്ള സമയത്ത് പിരിഞ്ഞ ത്വാഹിറാണ്. പൂച്ച ഭക്ഷ്യയോഗ്യമല്ല. അതിന്റെ ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെട്ട രോമം നജസ്സാണ്. അപ്പൊ ഇത് പൂച്ചന്റെ രോമാണോ അതല്ല മുയലിന്റെ രോമാണോ? അതിൽ ഇത് കാക്കന്റെ തൂവലാണോ കോഴിയുടെ തൂവലാണോ? ഇങ്ങനെ സംശയിച്ചാൽ, അതും അല്ലെങ്കിൽ ഔ ഹരിം ഫസല മിൻ ഹയ്യിൻ ഔ മയ്യിത്തിൻ, ഒരു തൂവല് കണ്ടു. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് സൂക്കേട് വന്നിട്ട് 2-4 കോഴി ചത്തുപോയിന്. അതോടുകൂടി ജീവനുള്ളതും അർത്ഥതുമായ കോഴിന്റെ തൂവല് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ തൂവല് കോഴിൻ്റെതാന്ന് ഉറപ്പ്, പക്ഷെ ചത്തതിൻ്റെതാണോ അതല്ല ജീവനുള്ളതിന്റെ ആണോ? ഇങ്ങനെ സംശയം. ഇങ്ങനെ സംശയമാണെങ്കിൽ ഫഹുവ ത്വാഹിറുൻ, അത് ത്വാഹിറാണെന്നാണ് ഹുക്കുമ്. അതായത് പൂച്ചന്റെ രോമാണെങ്കിൽ നജസാണ്, മുയലിൻ്റെതാണെങ്കിൽ ത്വാഹിറാണ്. രണ്ടും ആകാൻ സാധ്യതയുണ്ട്. സംശയമാണെങ്കിൽ നജസാണെന്ന് വിധിക്കേണ്ടതില്ല, ത്വാഹിറാണെന്ന് വെച്ചാൽ മതി. അതുപോലെ തന്നെ ചത്ത കോയിൻ്റെതും ആവാം ജീവനുള്ള കോയിൻ്റെതും ആവാം എന്ന സാധ്യതയുള്ളടത്ത് നജസല്ല അതിന്റെ എല്ലാം എന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഇപ്പൊ രോമം അതുപോലെ തന്നെ തൂവലി എന്നതാണല്ലോ പറഞ്ഞ്. ഇതിന്റെ ഖിയാസ് നോക്കുമ്പം അന്നൽ ഔമകദാലിക, ഒരു എല്ലിനെ പറ്റി ഒരാൾക്ക് സംശയായി. എന്താണ്? അറുത്ത ജീവിയുടെ എല്ലാണോ അതല്ല ചത്ത ജീവിയുടെ എല്ലാണോ എന്നൊരു സംശയം. ഉദാഹരണം, ഒരു ആട്ടിന്റെ അല്ലെങ്കിൽ ഒരു കോഴിന്റെ എല്ലും കഷ്ണം കിട്ടി. ഈ കഷ്ണം മാംസമായിട്ട് നമ്മൾ ഭക്ഷിച്ചിട്ട് എല്ല് പുറത്ത് കളയാറുണ്ട്. അതും ആവാം. അതല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് 1-2 കോഴി ചത്തിയിരുന്നു, അതിന്റെ എല്ലും ആവാം. അതല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ആട് ചത്തുപോയിരുന്നു, അതിന്റെ എല്ലും ആകാം. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇറച്ചി കൊണ്ടുവന്നിട്ട് മാംസം ഭക്ഷിച്ചിട്ട് പുറത്ത് കടിക്കാൻ പറ്റാത്ത എല്ല് പുറത്ത് ഒഴിവാക്കിയുണ്ട്, അതും ആവാം. ഇങ്ങനെ ഒരു എല്ലിനെ കുറിച്ച് സംശയിച്ചാലും അത് ത്വാഹിറാണ് എന്ന്. പിന്നെ അതിപ്പോ നമ്മൾ ഖിയാസായിട്ട് പറഞ്ഞതാ. എന്നാൽ വബിഹി, ഇങ്ങനെ ത്വാഹിറാണ് എന്ന് സ്വറഹ ഫിൽ ജവാഹിരി, ജവാഹിർ എന്ന കിതാബിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെ
ഒരു എല്ലിനെ പറ്റിയത് അർത്ഥതിൻ്റെതാണോ ചത്തതിൻ്റെതാണോ എന്നോ, ഒരു രോമത്തെ പറ്റിയോ തൂവലിനെ പറ്റിയോ അത് നജസാണോ ത്വാഹിറാണോ എന്നോ സംശയം വന്നാൽ അവിടെയൊക്കെ ത്വാഹിറാണെന്ന് വെച്ചാൽ മതി എന്ന്. ഇനി വേറൊരു മസാല, ബൈദുൽ മൈത്തത്തി, ഒരു ചത്ത കോഴി അല്ലെങ്കിൽ താറാവ് അല്ലെങ്കിൽ പ്രാവ് പോലെയുള്ള ഒരു ജീവിയുടെ അത് ജീവൻ പോയി ചത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മുട്ട, ഇന്തസല്ലബ, അത് ഉറച്ചിട്ടുണ്ടെങ്കിൽ, മുട്ടയായി ശരിക്കും ഉറപ്പുവെച്ചതാണെങ്കിൽ ത്വാഹിറുൻ. സാധനം ചത്തപ്പോ ആ ജീവി ചവായി നജസായി. കോഴിയാണെങ്കിലും ചത്താ നജസാവും, താറാവാണെങ്കിലും ചത്താ നജസാവും, അതിന് പ്രാവാണെങ്കിലും അങ്ങനെ തന്നെ ചത്താ നജസാവും. പക്ഷേ സാധാരണ മുട്ടയിടുന്ന കോഴിയാ, ആ കോഴി ആ ചത്തിപ്പോ ഉദാഹരണം തെങ്ങും തോട്ടത്തിലൊക്കെ ഇങ്ങനെ അടക്കുമ്പോ ചിലപ്പോൾ തേങ്ങ വീണിട്ടോ ഓല വീണിട്ടോ കോഴിന്റെ ശരീരത്തിൽ പറ്റിപ്പോയി, അങ്ങനെ കോഴി അവിടുന്ന് പടഞ്ഞ് ചത്തു. അപ്പൊ എന്ന് മുട്ടയിടുന്ന കോഴിയാ, ഇന്ന് മുട്ട ഇട്ടിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് ഇത് പെട്ടിപ്പടഞ്ഞ് ചത്ത്. എടുത്തു നോക്കുമ്പോൾ മുട്ട പകുതി ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ആ മുട്ട ഇങ്ങനെ ഞെക്കിയപ്പോ മുട്ട അവിടെ പുറത്തു വന്നു. അപ്പൊ ശരിക്കും മൂപ്പെത്തി ഉറപ്പ് വന്ന മുട്ടയാണെങ്കിൽ മുട്ടക്ക് കുഴപ്പമില്ല, ത്വാഹിറാണ്. വെയില്ല അങ്ങനെ ഉറച്ചിട്ടില്ല, അതായത് തോലുറക്കാത്ത ഞെക്കിയാൽ ഇങ്ങനെ ഞെങ്ങുന്ന സൈസ് ആണെങ്കിലോ ഫനസുവാൻ, കാരണം അത് വളർച്ച പൂർത്തിയായിട്ടില്ല. അപ്പൊ ഈ ചവത്തിന്റെ ഹുക്കുമാണ്, അത് ത്വാഹിർ അല്ല, നസുവാണ്. ഓക്കെ, ഇനി വേറൊരു മസല, വസുഉറു കുല്ലി ഹയവാനിൻ ത്വാഹിരിൻ, ത്വാഹിറായ ജീവികൾ കുടിച്ച ബാക്കി വെള്ളം ത്വാഹിറുൻ, അത് ത്വാഹിറാണ് എന്നാണ് വിധി. അപ്പൊ ത്വാഹിറായ ഹയവാൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നായയും പന്നിയും അവയുടെ സങ്കര ഇനവും ഒഴിച്ച് ബാക്കി അള്ളാന്റെ ഭൂമിയിലുള്ള എല്ലാ ജീവികളും ത്വാഹിറായ ജീവികളാ. പൂച്ചയാണെങ്കിലും അതുപോലെ തന്നെ ആടാണെങ്കിലും മുയലാണെങ്കിലും അതല്ലാത്ത വല്ല കുറുക്കനോ ആണെങ്കിലും ഒക്കെ പെട്ട്. നായം പന്നിയല്ലാത്ത ഏത് ജീവിയും ത്വാഹിറ. അത് കാട്ടുജീവികളാവട്ടെ നാട്ടുജീവിയാവട്ടെ പോറ്റുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ. ഇങ്ങനെയുള്ള ജീവികൾ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചു, 2 കൊല്ലത്തിൽ താഴെയുള്ള പാത്രത്തിൽ നിന്ന്. എന്നാൽ ആ വെള്ളം ത്വാഹിറ ബാക്കിയുള്ളത് കുടിച്ചതിന്റെ ബാക്കിയുള്ളത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മള് ഒരു ബക്കറ്റില് അതല്ലെങ്കിൽ ഒരു കിണ്ടിയില് കുറച്ച് വെള്ളം എടുത്ത് വെച്ചു ഉദു കൊടുക്കാൻ വേണ്ടി. അതിന്റെ ഇടക്ക് കാണാം പൂച്ച വന്നിട്ട് അതിൽ തലയിട്ടു, അതല്ലെങ്കിൽ കോഴി വന്നിട്ട് അതിൽ തലയിട്ടു. എന്തിനാ തലയിട്ട്? അതിന് കുടിക്കാൻ വേണ്ടിയിരിക്കും. അപ്പൊ ഇത് തലയിട്ട് കുടിച്ചതിന് ശേഷം ഈ പൂച്ച കുടിച്ച ബാക്കി അല്ലെങ്കിൽ കോഴി കുടിച്ച ബാക്കി വെള്ളം കൊണ്ട് ഉദു കൊടുക്കാൻ പറ്റുമോന്ന്? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇനി പ്രശ്നം അതല്ല. ഫലോ തനജ്ജസ ഫമുഹു, ഈ ത്വാഹിറായ ജീവിയുടെ വായു നജസായി. ഉദാഹരണം, ഒരു പൂച്ച ഒരു എലിനെ പിടിച്ച് കടിച്ച് ചവച്ച് തിന്നുക, നമ്മൾ കണ്ടു. എന്നിട്ട് സുമ്മബലാഹ, ആ പൂച്ച അല്ലെങ്കിൽ ആ ജീവി ആ നജസ്, ഇപ്പം അത് ഈ നമ്മളെ കോഴിയൊക്കെ ഇല്ലേ, കോഴി മരം വരെ തിന്നുവല്ലോ. കുട്ടി കാശിച്ചിരുന്നു, ഒരു കോഴിയെ കൊത്തി തിന്നു. ഇങ്ങനെ നജസ് തിന്നുന്നത് നമ്മൾ കണ്ടു. എന്നിട്ട് ഈ ജീവി വന്നിട്ട് തലയിട്ടു. എവിടെ? ഫീമാ ഇൻ കരീരിൻ, 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ. 2 കൊല്ലത്തോ അതിന്റെ മേപ്പെട്ടോ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, പകർച്ച ഒന്നുണ്ടെങ്കിൽ രസമുള്ളൂ. 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണ് തലയിട്ടത്. പക്ഷെ എപ്പോഴാണ് നോക്കുക? ഫൈൻഖാന, ഈ ജീവി തലയിട്ടതാണെങ്കിൽ ബഅദ ഗൈബത്തിൻ, കുറെ സമയം അപ്രത്യക്ഷമായതിനു ശേഷം. എങ്ങനെയുള്ള അപ്രത്യക്ഷമാകലാണ്? യുംകിനു ഫീഹ, ഈ അപ്രത്യക്ഷമായ സമയത്ത് സാധ്യതയുണ്ട്. ത്വഹാറത്തുഹു, ഈ ജീവിയുടെ വായു ശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ബിഉലൂഇഹി, ആ ജീവി തലയിട്ടുകൊണ്ട് ഫീ മാഇൻ കസീരിൻ. എങ്ങനെ കിശിരി അടിച്ച്? ഫീ മാഇൻ കസീരിൻ, 2 കൊല്ലത്തിൽ താഴെയുള്ള അല്ലെ കൂടുതലുള്ള വെള്ളം അപ്പുറത്തോടോ, ആ വെള്ളത്തിൽ തലയിട്ടിട്ട് ഈ പൂച്ചയുടെ അല്ലെങ്കിൽ ഈ കോഴിയുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ജീവിയുടെ വായു വൃത്തിയാകാൻ സാധ്യതയുണ്ട്. അത്രയും സമയം കഴിഞ്ഞതിന് ശേഷം എവിടേക്കോ പോയിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ടാണ് ഈ പൂച്ച വെള്ളത്തിൽ തലയിട്ടത്. അതല്ലെങ്കിൽ നമുക്ക് ജാരിൻ,
ഒലിക്കുന്ന വെള്ളമുണ്ട്, ആ ഒലിക്കുന്ന വെള്ളത്തിൽ തലയിട്ട് പായ് ശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ശേഷമാണ് ഈ പാത്രത്തിൽ തലയിട്ടതെങ്കിൽ ലം യുനജ്ജിസുഹു, ആ വെള്ളത്തെ ഇത് നജസാക്കുകയില്ല. ഏത്? ഈ തലയിടത്. അപ്പൊ ഒരു കോഴിയോ ഒരു പൂച്ചയോ അതുപോലത്തെ ഒരു ജീവി ഒരു നജസ് ഭക്ഷിക്കുന്നത് നമ്മൾ കണ്ടു, എന്നിട്ട് അത് എവിടെയോ പോയി. അപ്പൊ കുറച്ചപ്പുറത്ത് പോയാൽ കുളമുണ്ട്, തോടുണ്ട്, അതുപോലെ തന്നെ വെള്ളങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അങ്ങനെ പൂച്ച കുറെ നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴി കുറെ സമയം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് അതിന്റെ ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റില് അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലോ ഒരു കിണ്ടിയിലോ വെള്ളം എടുത്ത് വെച്ചിന്. അതിൽ ഈ പൂച്ചയോ കോഴിയോ തലട്ട്. എന്നാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? ഈ പോയ സമയം കുറെ സമയമാണ്. അതിന്റെ ഇടയ്ക്ക് അടുത്തൊക്കെ കുളവും തോടും മറ്റും സൗകര്യമൊക്കെ ഉണ്ട് വെള്ളത്തിന്റെ. അങ്ങനെ ഈ വെള്ളത്തിൽ തലയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അധികരിച്ച വെള്ളം ആകുമ്പോൾ തലയിട്ടാൽ ശുദ്ധിയാവുമല്ലോ. ഇപ്പൊ ഇവിടെ വന്ന് തലയിട്ടു. അപ്പൊ നമ്മൾ രണ്ട് കാര്യം കണ്ടിന്. ഒന്ന്, പൂച്ച നജസ് തിന്നുന്നത് നമ്മൾ കണ്ടിന്. ഇപ്പൊ 2 കൊല്ലത്തിൽ താഴെ നമ്മൾ ഒതുകൊടുക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിലോ കിണ്ടിയിലോ എടുത്ത് വെച്ച വെള്ളത്തിൽ തലയിട്ടതും കണ്ടിന്. പക്ഷെ അതിന്റെ ഇടക്ക് കുറെ സമയം പൂച്ച ഇടോ പോയിട് അല്ലെങ്കിൽ കോഴി ഇടോ പോയിട്. അതിന്റെ ഇടക്ക് ധാരാളം വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കുടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബക്കറ്റിലോ ഈ കിണ്ടിയിലോ ഉള്ള വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല, ത്വാഹിറാണെന്ന് വിധിച്ചാൽ മതി. ഇപ്പറഞ്ഞ വിഷയത്തിൽ വലോ ഹിറൻ, പൂച്ചയാണെങ്കിലും ശരി. എന്താ അങ്ങനെ ഒരു പറച്ചില്? മനസ്സിലായോ? പൂച്ചയാണെങ്കിലും ശരി എന്ന് അറിയാൻ കാരണം പൂച്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പൂച്ച വെള്ളം കുടിക്കരുത് വായി വെള്ളത്തിലിട്ട് വലിച്ചു കുടിക്കുകയല്ല ചെയ്യുക. മറിച്ച് വെള്ളത്തിന്റെ അടുത്തേക്ക് തല താഴ്ത്തി പിടിച്ചിട്ട് നാക്ക് കൊണ്ട് നക്കി കുടിക്കുക ചെയ്യുക. മനസ്സിലായില്ലേ? അതേ സമയത്ത് ആടും മൂരിയും പോലത്തെ ഒക്കെ ആണെങ്കിൽ വെള്ളത്തിക്ക് തല താത്തിയിട്ട് അതിനിങ്ങോട്ട് വലിച്ചു കുടിക്കുക ചെയ്യുക. അപ്പം നമ്മളെ മോട്ടറൊക്കെ വെള്ളം വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലിച്ചു കുടിക്കുമ്പോൾ ശരിക്ക് ശുദ്ധിയാവും. പൂച്ച അങ്ങനെയല്ല. അവർ വർക്കത്തിന് വേണ്ടിയിട്ട് നാവോട് ഇങ്ങനെ തോണ്ടല. മനസ്സിലായില്ലേ? നാവോട് ഇങ്ങനെ കുറേശ്ശെ തോണ്ടിയാ കുടിക്കുക. എന്നാലും മതി. മനസ്സിലായില്ലേ? 2 കൊല്ലത്തിൽ കൂടുതലുള്ള അല്ലെങ്കിൽ 2 കൊല്ലത്ത് തികയുന്ന വെള്ളത്തിൽ തലയിടാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ തലയിട്ട് അത് പൂച്ചയാണെങ്കിൽ പോലും അതിന് വായു വൃത്തിയായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ നജസാണെന്ന് ഉറപ്പില്ലാന്ന്, ത്വാഹിറാണെന്ന് ഉറപ്പില്ല. കാരണം ഇത് സാധ്യതയുള്ള സമയത്തേ പോയിട്ടുള്ളൂ. എന്നാൽ അത് കുടിച്ചതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ത്വാഹിറായിരിക്കാൻ സാധ്യതയുണ്ട്, നജസാവാനും സാധ്യതയുണ്ട്. കേവലം സാധ്യത വെച്ചുകൊണ്ട് പാത്രത്തിലുള്ള വെള്ളം നജസാണെന്ന് വിധിക്കേണ്ടതില്ല. ഇല്ല, ഇനി അങ്ങനെ ഈ ജീവി ഒന്നിരിക്കൽ നമ്മളെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറിഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ മറിഞ്ഞെങ്കിലും വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ, അല്ലെങ്കിൽ സമയമായിരുന്നെങ്കിലും അതിന്റെ പരിസരത്തൊന്നും ഇങ്ങനെ അധികരിച്ച വെള്ളത്തിൽ ഈ ജീവിക്ക് തലയിടാൻ പറ്റുന്ന വെള്ളം പരിസരത്തൊന്നും ഇല്ല. എന്നാൽ നജ്ജസഹു, കണ്ടോ, ഈ വായിട്ട ഈ ജീവി ആ വെള്ളത്തെ നജസാക്കും. കാരണം എന്താ? അവിടെ നമ്മൾ നജസ് തിന്നത് നമ്മൾ കണ്ട് ഇതിന്റെ വായു നജസാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ശുദ്ധിയാകാനൊരു സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ തീരെ പുറത്തോടെയും പോയിട്ടില്ല, അല്ലെങ്കിൽ പോയ സമയത്തിനുള്ളിൽ സമീപത്തൊന്നും അധികരിച്ച വെള്ളം ഇല്ലാത്തത് കൊണ്ട് വായു ശുദ്ധിയാകാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ തലയിട്ടാൽ ഈ ചെറിയ പാത്രത്തിലുള്ള ബക്കറ്റിലോ അതുപോലെ തന്നെ കിണ്ടിയോ ഒക്കെ പോലെയുള്ള 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ ഇത് തലയിട്ടാൽ അതുകൊണ്ട് നശാവുകയും ചെയ്യും. ഓക്കെ. കാല ശൈഖുന, മഹാനായ ശൈഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, കസുയൂത്തി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം സുയൂത്തി തങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു? തബഅൻ ലിബഅദിൽ മുതഅഖിരീൻ, അസ്ഹാബു ശാഫിയ്യത്തിൽപ്പെട്ട പിൻഗാമികളായ ചില മഹാന്മാരായ അസ്ഹാബിനെ തുടർന്നുകൊണ്ട് പറയുന്നു. എന്ത് പറയുന്നു? ഇന്നഹു യുഫാ, തീർച്ചയായും അഫ്വ ചെയ്യപ്പെടും, അൻ യസീരിൻ, കുറഞ്ഞ നജസിനെ തൊട്ട്. ഈ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ എത്ര കണക്ക്? അത് ഉറുഫൻ, അത് ഉറുഫ് കണക്കാക്കേണ്ടതാണ്. അതായത് ആ നാട്ടു നടപ്പ് ആദത്തനുസരിച്ച് അവിടുത്തെ ആലിമീങ്ങളും
അതുപോലെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളും ഒക്കെ കുറഞ്ഞത് എന്ന് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലാതെ ഇത്ര എണ്ണ ആയാൽ കുറഞ്ഞതാണ്, ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ അധികരിച്ചതാണ് എണ്ണിക്കാണ്ടല്ല കണക്കാക്കുക, ഉറുഫ് കൊണ്ട് കണക്കാക്കണം. അങ്ങനെ ഉറുഫിൽ കുറഞ്ഞതിനെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും. എന്തിൽ നിന്നിട്ട്? മിൻ ശൈരിൻ നജസിൻ, നജസായ രോമത്തിൽ നിന്നും. നേരത്തെ നമ്മൾ പറഞ്ഞു നജസായ രോമമൊക്കെ നജസ് തന്നെ. ഉദാഹരണം, ഒരാട് ചത്തു, അതല്ലെങ്കിൽ ഒരു മുയല് ചത്തു, മുയല് നജസായി, മുയലിന്റെ രോമം നജസ് തന്നെയാണല്ലോ ചത്താല്. ആട് ചത്താൽ ആട് നജസായതുപോലെ ആടിന്റെ രോമം നജസാണ്. ഇങ്ങനെ. അതല്ലെങ്കിൽ ഇനി ചത്തിട്ടില്ല പൂച്ച, പൂച്ചന്റെ ദേഹത്തിൽ നിൽക്കുമ്പോൾ പൂച്ച തായറായതുപോലെ പൂച്ചന്റെ രോമം തായറ. പൂച്ചന്റെ ദേഹത്തിൽ നിന്ന് വന്ന രോമാണ്, അത് ജീവനുള്ളപ്പോ പോന്നാലും ചത്തിട്ട് പോന്നാലും. ഇങ്ങനെയുള്ള നജസായ രോമം. അപ്പൊ പൂച്ചന്റെ രോമം, അല്ലെങ്കിൽ ചത്ത മുയലിന്റെയോ ആടിന്റെയോ പോലത്തെ രോമം, ഇങ്ങനെയുള്ള നജസായ രോമത്തിൽ നിന്നും കുറഞ്ഞതിനെ അഫു ചെയ്യപ്പെടൂന്ന്. സാധനം നജസ് തന്നെയാണ്, പക്ഷേ അഫു ഉണ്ട്. പക്ഷേ നജസായ രോമം എന്ന് പറയുമ്പോ ഏത് രോമം? മുഹല്ലമായ നജസ് എന്ന് പറഞ്ഞാൽ നായാ, പന്നി, അവയുടെ സങ്കര ഇനം. ഇതല്ലാത്ത മറ്റ് നജസായ രോമങ്ങളിൽ നിന്ന് കുറഞ്ഞതിനെ തൊട്ട് അഫുണ്ട്. ഒരു രോമം അല്ലെങ്കിൽ രണ്ട് രോമം, ഒരു ഉദാഹരണം, ഒരാളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു ശ്രദ്ധയിൽപ്പെട്ടില്ല, പൂച്ചന്റെ രോമം. പൂച്ച മനുഷ്യനുമായിട്ട് വല്ലാതെ ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ. അങ്ങനെ എപ്പോഴോ തൊട്ടപ്പോഴോ പിടിച്ചപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നോടത്തുണ്ട്, ഇനി അവിടുന്ന് എവിടുന്നോ നമ്മുടെ വസ്ത്രത്തിനോ ദേഹത്തിനോ അറിയാതെ ഒന്നോ രണ്ടോ രോമം പോലെയുള്ള വളരെ കുറഞ്ഞത് പറ്റിപ്പിടിച്ചു, സാധാരണ നജസ് തന്നെയാണ്. എന്നാൽ അതോടുകൂടി നിസ്കരിച്ചാൽ സഹിയാവും. കാരണം അത് അഫ്വാണ് എന്നാണ് ഇപ്പൊ ആര് പറഞ്ഞത്? മുത്താഹിരീങ്ങളായ ചില ഇമാമിയങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ശൈഖുനാ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങളും ഒക്കെ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ വമിൻ ദുഹാനി നജാസത്തിൻ, നജസിന്റെ പുകയിൽ നിന്നും കുറഞ്ഞതിനെ തൊട്ട് അഫ്വു ചെയ്യപ്പെടും. ഒരു നജസ് കത്തിക്കാം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാല്, നല്ല ഉണങ്ങിയ ചാണകം ഉണ്ട് കുട്ടിക്കോളിങ്ങള്, ആ ചാണകത്തിന് തീയിട്ട്, ആ തീയിട്ടത് അതിന്ന് പുക പൊന്തി, ആ പുക നജസാണ്, നേരെ അതിന്റെ നജസാണല്ലോ കത്തുന്നത്. ആ പുക കുറച്ചൊക്കെ ആണെങ്കിൽ അഫ്വുണ്ട്. ഉദാഹരണം പറഞ്ഞാല്, ഈ തന്തൂരി അടുപ്പ് ഉണ്ടല്ലോ, ഇവിടത്തെയൊക്കെ മറ്റേ പാകിസ്ഥാനി റൊട്ടി ഉണ്ടാക്കണ, അതുപോലെ തമ്മീസ് റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പ്, തെന്നൂറ് എന്നാണ് അതിന് പറയാം. ഈ തെന്നൂറിൽ തീ കെടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ബയോഗ്യാസ് ഒക്കെ വരുന്നത്, ആൾക്ക് പിന്നെ പറയാം. ആ ഗ്യാസും പുകയും രണ്ടും രണ്ടാക്കി ശരിയാ, അത് വേറെ പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നത് പുകയാണ്. അത് തന്നെ പ്രശ്നമാണ്. നമ്മളവിടെ കേരളത്തിൽ അങ്ങനെ തോന്നില്ല, അറിഞ്ഞിട്ട് തരില്ല. കേരളത്തിൽ നിന്നാണ് പുറത്തു പോയാൽ ഈ ആൾക്കാരുടെ പെണ്ണുങ്ങളൊക്കെ, ഈ ജോലിയില്ലാത്ത പെണ്ണുങ്ങളൊക്കെ പ്രധാന പണി തന്നെ റോട്ടിലൊക്കെ നടന്നിട്ട് ഈ പശുക്കളുടെയും മൂരികളുടെയും ഒക്കെ ചാണകം ശേഖരിച്ച്, അതുപോലെ തന്നെ കഴുതന്റെ കുതിരന്റെ ഒക്കെ ചാണകം ശേഖരിച്ച് അത് പരത്തി പലക പോലെ ആക്കിയിട്ട് വെയിലത്ത് ചെന്നായിട്ട് ഉണക്കും. എന്നിട്ട് ഈ ഉണക്കിയ ഈ ചാണകം എന്തിലിടും? ഈ റൊട്ടി അടുപ്പിന്റെ അടിയിലിടും. എന്തിനാന്ന് വെച്ചാല്, ആദ്യം അടുപ്പൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ചാണകത്തിന് തീ കൊടുത്താൽ പിന്നെ കെടൂല. അപ്പൊ ആ ചൂട് ഇങ്ങനെ നിൽക്കും. അപ്പൊ ചാണകം കത്തുമ്പം അതിൽ നിന്നിട്ട് വരുന്ന പുക ഉണ്ടല്ലോ, അത് നജസാണ്. അപ്പൊ ഈ റൊട്ടിയൊക്കെ ഹലാലാവോ? അതിന് പറഞ്ഞ കുറഞ്ഞതൊക്കെ അഫുണ്ട് അപ്പൊ പറഞ്ഞ്. ആ ദുഹാൻ, ദുഹാൻ എന്ന് പറയുമ്പോ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, കത്തിച്ചിട്ട് ആ കത്തിയതിൽ നിന്നിട്ട് വരുന്ന, കാരണം എന്താ? പുക തടിയുള്ള വസ്തുവാണ്. പുക വലിക്കാൻ പാടില്ല നോമ്പുകാർ എന്ന് പറയാൻ കാരണം അതിന് തടിയുള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ നജസിൽ നിന്നിട്ട് വരുന്ന പുക നജസിന്റെ തടി തന്നെയാണ്. എന്നാൽ നീരാവി അതിൽപ്പെട്ടതല്ല. ഇനി പറയും തോന്നുന്നു, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ കീശീരിക്ക് വേണ്ടി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാ. നീരാവി ത്വാഹിറാണ്. അതെ, ഇപ്പോഴല്ലേ കീശീരി ഇത് വന്നത്, ഏത് കക്കൂസും കാര്യമൊക്കെ. മറ്റൊക്കെ നമ്മളവിടെ എവിടെയെങ്കിലും പറമ്പ് പോയിട്ട് കുത്തിരുന്നിട്ടല്ലേ പരിപാടി ഒപ്പിച്ചിനെ രാവിലെ. അങ്ങനെ വരുമ്പോ എവിടെയെങ്കിലും പറങ്കുച്ചിന്റെ മറവിലോ
പാറന്റെ ബേക്കിലൊക്കെ പോയി കുത്തിരുന്ന് കണ്ട് മറക്കിയിരിക്കുമ്പം രാവിലെ കണ്ട് മറക്കിയിരുന്നാല് എന്താവും? അടിയിന്നുണ്ടാവും ഒരു നീരാവി പുക ഇങ്ങനെ വരുന്നു. ആ പുക നമ്മളെ ഉടുത്ത തുണിക്കും വരും, ദേഹത്തേക്കും വരും. എന്നാ പിന്നെ ആകഞ്ഞ് കുളിക്കേണ്ടി വരൂലേ? അത് വേണ്ട. നീരാവി ത്വാഹിറാണ്. അത് മനുഷ്യൻ കാഴ്ചിച്ച മലത്തിൽ നിന്ന് വരുന്ന ഇതാണെങ്കിലും വേണ്ടില്ല, നാക്കാരി മൃഗങ്ങളുടെ മലത്തിൽ നിന്ന് വരുന്ന നീരാവിയാണെങ്കിലും വേണ്ടില്ല, അത് ത്വാഹിറാണ്. മുത്തനജിസ് കൂടിയല്ല. മൂത്രിച്ചാലും വരും ആ പുക. ആ പുക അതിന് പറയാം നീരാവി എന്നാ. അതിന് എന്തു പറയില്ല? പുക എന്ന് പറയില്ല. കണ്ടാ രണ്ടും ഒരുപോലെ തോന്നും. അതിന്റെ വ്യത്യാസം നല്ല മനസ്സിലാക്കുക. ഈ പുകയും നീരാവിയും തമ്മിലുള്ള വ്യത്യാസം, പുക എന്ന് പറയുന്ന ഈ സാധനം കത്തിയിട്ട് വരികയാണ്. അപ്പൊ കത്തുന്ന സാധനത്തിന്റെ അയിന് ഏതിലേക്ക് പിരിയുന്നുണ്ട്? ഈ പുകയിൽ കൂടുന്നുണ്ട്. അതുകൊണ്ട് നജസ് കത്തിച്ചാൽ നജസിന്റെ പുക നജസ് തന്നെയാണ്. എന്നാൽ നജസിൽ നിന്ന് വരുന്ന നീരാവി, അത് മലത്തിൽ നിന്നായാലും മൂത്രത്തിൽ നിന്നായാലും ഏതായാലും നീരാവി താഹിറാണ്. എത്ര വരെ പറഞ്ഞതിന് കിശിരിയെ, എത്ര വരെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഈ ഗ്യാസ് ഒരു കൂട്ടിയിട്ട് ഒരു പാത്രത്തിൽ നിറച്ചു, ഒരു ഗ്യാസും കുറ്റി ഫുള്ളാക്കി, എന്നിട്ട് ആ ഗ്യാസും കുറ്റി ഇവൻ തലയിലും വെച്ച് നിക്കരിച്ചാൽ നിക്കാരം സഹിയാണ് എന്ന് വരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? കക്കൂസില് ആളുകൾ ഇങ്ങനെ അടിച്ചു വീശി കക്കൂസ് പോകാം. അപ്പൊ ഈ കക്കൂസ് ഏത് കക്കൂസാണ്? നമ്മളെ ഇപ്പത്തെ കുയ്യിലേക്കുള്ളതല്ല. പണ്ടത്തെ പാലിട്ടിട്ട് കുജ്ജുത്തിയിട്ട് അതില് കക്കൂസ് പരിപാടി ഒപ്പിച്ചിട കാലം ഉണ്ടായിരുന്നല്ലോ. അതിൽ ആളുകൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പം ഒരു കുഴൽ വെച്ചു കൊടുത്ത് ഒരു സ്ഥലക്കം കൂടെ, ആയിക്കൂടെ ഇങ്ങനെ ഈ ആവി ഇങ്ങനെ പോരുക. ആളുകൾ വന്ന് കാഷ്ടിക്കുന്നതിന്റെ ആവി ഇങ്ങനെ പോരുക. ഇതിങ്ങനെ വന്നിട്ട് ഒരു കുഴൽ വെച്ച് കൊടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് എന്താക്കി ഒരു ഗ്യാസും കുറ്റിയോ അല്ലെങ്കിൽ ഒരു തോൽപാത്രമോ ഒക്കെ വെച്ച് കുറെ ആളുകൾ കാഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഇതിലിങ്ങനെ വന്ന് ഗ്യാസ് കണ്ട് നിറഞ്ഞു, അടച്ചു. അത് കത്തിക്കാന്ന് മാത്രല്ല, അത് തോളിലും വെച്ചുകൊണ്ട് നിസ്കരിച്ചാ നിസ്കാരം സഹിയാണ്. ഇപ്പൊ പിന്നെ ബയോഗ്യാസിന്റെ പ്രശ്നം തന്നെ നിസ്കാരം തീർന്നില്ലേ? വരട്ടും തന്നെ. മനസ്സിലായില്ലേ? ബയോഗ്യാസ് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ, എരുമ, പശു, കാള പോലെയുള്ള ചാണകം ഒരു വലിയ കുഴിയിൽ ശേഖരിച്ച് അത് കലക്കുകയാണ്. അതിൽ നിന്നിട്ടുണ്ടാവുന്ന ആ നീരാവി ശേഖരിച്ചിട്ടാണ് ബയോഗ്യാസ്. അത് അടുപ്പ് കത്തിക്കുകയാണെങ്കിലും ലൈറ്റ് കത്തിക്കുകയാണെങ്കിലും ഏതായാലും കുഴപ്പമില്ല, സാധനം ശുദ്ധ ത്വാഹിറാണ്. മനസ്സിലായോ? അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ചിന്. അന്നൊന്നും ഇങ്ങനത്തെ ബയോഗ്യാസ് പ്ലാന്റോ അതുകൊണ്ട് ലൈറ്റ് കത്തിക്കലോ അല്ലെങ്കിൽ അതുകൊണ്ടിട്ട് അടുപ്പിൽ കത്തിക്കലോ ഒന്നും അന്നില്ല. പക്ഷേ ഇന്നത്തേക്ക് ദൂരെ കണ്ടുകൊണ്ട് അവർ പറയാണ്, ഒരു തോൽപാത്രത്തിൽ, അന്നതാണല്ലോ സംവിധാനം, ഒരു തോൽപാത്രത്തിൽ ഇങ്ങനെയുള്ള നീരാവി നിറച്ചു. ആ നിറച്ച നീരാവിയുള്ള തോൽപാത്രം ഇവൻ തരിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും, ത്വാഹിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ബയോഗ്യാസ് സംബന്ധമായ എല്ലാ ഇഷ്കാലും മുരട്ടും തന്നെ പോയല്ലോ. ബയോഗ്യാസ് ത്വാഹിറാണ്, അത് ഉപയോഗിക്കാം, ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കാം, ലൈറ്റ് കത്തിക്കാൻ ഉപയോഗിക്കാം, ഒന്നിനും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത് വേറെ വിഷയം. അതിൽ തന്നെ പറഞ്ഞു, യാനത്തിൽ അക്കാര്യം വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും വേറിച്ച് മനസ്സിലാക്കുക. പുകയും നീരാവിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പുക എന്ന് പറയുന്ന ഒരു സാധനം കത്തിക്കരിഞ്ഞിട്ട് അത് പൊന്തുകയാണ്. അപ്പൊ അതിൽ എന്തായാലും ആ വസ്തുവിന്റെ തടി ഉൾപ്പെട്ടിരിക്കും. അതുകൊണ്ട് നജസിന്റെ തടി ഉൾപ്പെട്ട നജസ് തന്നെയാണ്. അതുകൊണ്ട് പുക നജസാണ്. എന്നാൽ നീരാവി അങ്ങനെയല്ല, അത് നജസല്ല, ത്വാഹിറാണ്. അത് ബയോഗ്യാസായി അതിന് മനുഷ്യന്റെ മലം വളരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ ഇല്ല. സാധാരണ ഉള്ളത് നാക്കാലികളുടേതാണ്. എന്നാൽ ആ നീരാവി ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഗ്യാസായിട്ട് അടുപ്പിൽ ഉപയോഗിക്കുകയോ ലൈറ്റിന് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി വേറെ വിഷയം പറയുന്നു. ഈച്ചയുടെ കാലിന്മേൽ പറ്റിപ്പിടിച്ച നജസിനെ തൊട്ടും അഫുണ്ട്. ഈച്ചയുടെ കാലുമ പറ്റിപ്പിടിച്ച നജസ് എന്ന് പറഞ്ഞാൽ ഈച്ചക്ക് എല്ലായിടത്തും ഫ്രീ പാസ് ആണല്ലോ. മൂപ്പര സ്വഭാവം തന്നെ എന്താന്ന് വെച്ചാല്, ഒരാള് മൂത്രമൊഴിക്കാൻ വന്നാൽ ആദ്യം പോയിട്ട് ആ മൂത്രത്തിലൊന്ന് ഇരിക്കും. ഉടനെ
എന്നിട്ട് ഇയാളുടെ കുപ്പായത്തിലൊന്നിരിക്കും, അവിടെ ഒരു സബൂറ് വരൂല, അപ്പൊ തന്നെ തുണിയിലും ഇരിക്കും. എന്നിട്ട് നല്ലൊരു റായത്ത് തോന്നാൻ ഞാൻ നെറ്റിമലും വന്നിരിക്കും. എന്നാലോ ഉടനെ പോയിട്ട് മലത്ത് പോയി കുത്തിരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവന്റെ മോർസായിലേക്കാണ് പിന്നെ കയറിയിരിക്കുക. അത് ഈച്ചന്റെ ഒരു സ്ഥിര പരിപാടിയാ, മനസ്സിലായില്ലേ? ആ പേര് തന്നെ എങ്ങനെയാണ്? റബ്ബ ആബാന. സുബാബ് എന്ന് പറഞ്ഞത് റബ്ബ ആബയുടെ സംയുക്ത രൂപമാണ് സുബാബ് എന്ന് പറഞ്ഞാൽ ആട്ടി അങ്ങോട്ട് തന്നെ വരും, പൂലത് അങ്ങനെ സ്വഭാവം. അങ്ങനെ ഈച്ച മൂത്രത്തിലോ മലത്തിലോ രക്തത്തിലോ തുടങ്ങിയ നജസ്സുകളിൽ പോയി ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഈ ഈച്ച വന്നിരുന്നു അല്ലെങ്കിൽ വസ്ത്രത്തിലിരുന്നു എന്നാൽ അത് അഫുവാണ്. അതിന്റെ കാലുമ നജസ്സുണ്ട് എന്നുള്ള ഉറപ്പാ, അത് അഫുവാണ്, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. കാരണം ഈച്ചയുടെ സ്വഭാവം അങ്ങനെയാ. സംഗതി വയ്യ. ചുരുക്കം ചില ഘട്ടങ്ങളിൽ ഇതിന്റെ കാലിലുള്ള നജസ് കാണപ്പെടും. ഉദാഹരണം, ഒരു ഈച്ച രക്തത്തിൽ പോയിരുന്നു, പെട്ടെന്ന് പറന്നു വന്നിട്ട് ഒരു വെള്ള വസ്ത്രത്തിലും വന്നിരുന്നു. അപ്പൊ ചിലപ്പം വേണമെങ്കിൽ ഇതിന്റെ കാലുകൾ പറ്റിയ സ്ഥലത്ത് ഈ രക്തത്തിന്റെ ചെറിയ അടയാളം കണ്ടെന്ന് വരും. അതല്ലെങ്കിൽ മൂത്രത്തിൽ പോയിരുന്നു, പെട്ടെന്ന് ദേഹത്ത് നിന്ന് ഇരുന്നപ്പോ ഇതിന്റെ കാല് പറ്റിയ സ്ഥലത്ത് നല്ലോണം സൂക്ഷിച്ചു നോക്കിയപ്പോ എന്തുണ്ട്? കുറഞ്ഞ നനവ് കാണുന്നുണ്ട്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അഫ്വാണ്, കാണുന്നില്ലെങ്കിൽ ഏതായാലും അഫ്വാണ്. ആ മുബാരക്കാണ് വൈകും റുയ്യാറിന കാലുമിൽ എന്തായാലും നസ് ഉണ്ടാവുന്ന ഉറപ്പ്. ആ ഉറപ്പുള്ള കാലിന് കൊണ്ട് ദേഹത്തിലോ വസ്ത്രത്തിലോ ഈച്ച വന്ന് ഇരുന്നിട്ട് അടയാളമൊന്നും കാണുന്നില്ലെങ്കിലും അഫ്വാണ്, അടയാളം കാണുന്നുണ്ടെങ്കിലും അഫ്വ് തന്നെയാണ് എന്ന് മനസ്സിലായില്ല. വമാ അലാ മംഫദി ഗൈരി ആദമിയിൻ, മനുഷ്യനല്ലാത്ത മറ്റ് ജീവികളുടെ മുൻദ്വാരത്തിന്മേലോ പിൻദ്വാരത്തിന്മേലോ ഉണ്ടാവുന്ന നജസിനെ തൊട്ടും അഫ്വ് ചെയ്യപ്പെടും. എന്തിനു തൊട്ട്? മിമ്മാ ഖറജ മിൻഹു, അതിൽ നിന്ന് പുറപ്പെടുന്ന മലോ മൂത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അവയൊന്നും മറക്കിരുന്ന മനേരിക്കലില്ലല്ലോ. എന്തേ കീശീരിന്റെ അടുത്ത പൂച്ചയൊക്കെ കാഷ്ടിച്ചാല് പോയിട്ട് മറക്കിരുന്ന് വരലും മൂത്രമൊഴിച്ചാൽ മനേരിച്ചിട്ട് വരലും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു പൂച്ച എന്താക്കി, ഇവൻ നിക്കരിക്കുന്ന സമയത്ത് വെറ്റാതെ ഇറങ്ങിയ പൂച്ച അത്തയ്യാത്തിരിക്കുന്ന സമയത്ത് മടി കയറി കുത്തിരുന്നു. അപ്പൊ ഈ പൂച്ചന്റെ ദ്വാരത്തിൽ നസുണ്ടല്ലോ, അതൊക്കെ അഫുവാണ്, മനസ്സിലായില്ലേ? അണ്ണാനെ മരിക്കി നോക്കിയണോ കീശീരിയെ? അണ്ണാനെ മരിക്കണ ഒരു പരിപാടി ഉണ്ട്. ചെറിയ അണ്ണാൻകുട്ടിനെ പൊടിച്ചിട്ടുക, എന്നിട്ട് ഈ അണ്ണാൻകുട്ടിനെ വെള്ളത്തിലിട്ട് അതിങ്ങോട്ട് പേടിച്ച് വിറച്ച് അതിങ്ങനെ വെപ്രാളപ്പെട്ട് മരണവെപ്രാളത്തിൽ ഇങ്ങനെ തട്ടിപ്പടിയുമ്പോ വേഗം കൈയാട്ടി കൊടുക്കുക. അപ്പൊ കൈക്ക് ഓടിയെടുത്ത് കയറും. അങ്ങനെ കുറച്ചേരം അതിന്റെ പേടി മാറുവോളും ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാമത് പിന്നെ വെള്ളത്തിക്കിനിടുക. അങ്ങനെ ഇത് തട്ടിപ്പറിഞ്ഞ് ബേജാറാകുമ്പോ രണ്ടാമത് കൈയാട്ടി കൊടുക്കുക. അപ്പൊ കൈക്കിനട് കയറും. അങ്ങനെ ഒരു 4-5 വട്ടം ഈ അണ്ണാൻകുട്ടീനെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ കുടുങ്ങുന്ന സമയത്ത് കൈ കാട്ടിക്കൊടുത്താൽ ഈ സാധുവിന് തോന്നുക ഇയാൾ തന്നെ എന്റെ രക്ഷകൻ. പിന്നെ ഈ മനുഷ്യനോട് അതിങ്ങോട്ട് ഇണങ്ങിയിട്ട് എവിടെ പോകുമ്പോഴും തലയിലും പുറത്തും കുപ്പായ കയ്യിന്റെ ഉള്ളിലും ഇങ്ങനെ ഓടി നടക്കും. അങ്ങനെ ഇണങ്ങിയ ഒരു അണ്ണാൻകുട്ടീൻ്റെ കുട്ടിക്കോ അണ്ണാനും ഉണ്ട് കാഷ്ടിക്കലും മൂത്രിക്കലും ഒക്കെ. അങ്ങനെ അണ്ണാൻകുട്ടി അവിടെ ഇവിടെ ഉണ്ടേനി നിൽക്കാൻ നിന്നപ്പോഴാണ് ഇത് ഓടി വന്നിട്ട് എന്താക്കി ഇവന്റെ പുറത്തു കയറി, അല്ലെങ്കിൽ ഇവന്റെ തലയിൽ കയറിയിട്ട് ഇങ്ങനെ കുത്തരുന്നു. അപ്പൊ മസാല എന്താ? മൂത്രം വെച്ചിട്ട് മനരിച്ചിട്ടില്ലല്ലോ പഠിച്ചോനെ, നേരത്തെ കാഷ്ടിച്ചില്ലല്ലോ, എന്നിട്ട് അത് കഴുകിയിട്ടില്ലല്ലോ. അള്ളാ, നിന്റെ തലയിലാണല്ലോ ഇപ്പൊ അണ്ണാൻകുട്ടി തന്നെ ബേജാറാണ്ട, അഫു ചെയ്യപ്പെടും. അങ്ങനെ ഇജ്ജയിൽ പൊടിച്ചുകൊണ്ടേ വെക്കാനായിട്ട് പാടില്ല കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഇനി പിന്നെ മസാല വെച്ചാൽ നിൽക്കണ്ട. ഈ പൂച്ചനെയോ അതല്ലെങ്കിൽ ഈ അണ്ണാൻകുട്ടിനെയോ നിക്കരിക്കുന്ന സമയത്ത് എടുത്ത് തോളിൽ വെക്കാനും കയ്യിൽ പിടിക്കാനും പോണ്ട. അപ്പൊ ഉത്തരവാദിത്തം എനക്ക് വരും. അതല്ല, അവ സ്വന്തം വന്ന് കയറിയിരുന്നു, അല്ലെങ്കിൽ ഓടി കയറി പുറത്ത് കയറി അല്ലെങ്കിൽ തലയിൽ കയറിയൊക്കെ കുത്തിയിരുന്നു. അങ്ങനെ വരുമ്പം ഇതിന്റെ ദ്വാരത്തിൽ നജസ്സുണ്ടാവുമല്ലോ, ആ നജസ്സിന്റെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമസ്കാരം ബാത്തിലാവൂല. പിന്നെ വദറഖി ത്വയ്രിൻ, പക്ഷിയുടെ കാഷ്ടത്തെ തൊട്ടും അഫ്വ് ചെയ്യപ്പെടൂന്ന്. പക്ഷെ എനിക്ക് ഒരുപാട് ഷർത്തുണ്ട് കേട്ടോ. പക്ഷിയുടെ കാഷ്ടത്തെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടണമെങ്കിൽ എന്തായിരിക്കണം? പക്ഷിയുടെ കാഷ്ടം ഉണങ്ങിയതായിരിക്കണം,
ഇത് പറ്റിയ സ്ഥലം അതും ഉണങ്ങിയതായിരിക്കണം. മനഃപൂർവ്വം അതിന്മേൽ ചവിട്ടിയതാവരുത്. അതുപോലെ തന്നെ അത് സൂക്ഷിക്കാൻ പ്രയാസമുള്ള നിലക്ക് വ്യാപകമായിരിക്കണം. ഈ നിബന്ധനയൊക്കെ ഒത്താൽ പക്ഷിക്കാഷ്ടത്തെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും. അല്ലാതെ നല്ല നടന്നു കാക്കച്ചി ഉപ്പിടുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, കാക്കച്ചി ഉപ്പിട്ടു, അങ്ങനെ തലയിൽ കൂടെ കാഷ്ടിച്ചു. അത് ഫത്തുൽമീന് പറഞ്ഞാണ് പക്ഷിന്റെ കാഷ്ടത്തെ തൊട്ട് അഫ്വ് ചെയ്യപ്പെടും. കാക്ക പക്ഷിയാണല്ലോ, അപ്പൊ കാക്ക പക്ഷി കാഷ്ടിച്ച കാഷ്ടം അഫ്വാണ്, അതുകൊണ്ട് നിൽക്കിരിക്കണതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ കാക്ക കാഷ്ടം തലയിൽ വെച്ചുകാണ്ട് പോയി നിൽക്കിരിക്കാൻ പോകണ്ട. അതല്ല പറഞ്ഞ് ഉണങ്ങിയ ഒരു പ്രാവോ മറ്റോ ഒക്കെ ധാരാളം വ്യാപകമായി ഉണ്ടാകുന്ന സ്ഥലത്ത്, ഇപ്പൊ ഉദാഹരണം ഹറമിലൊക്കെ മുമ്പ് ഹറമിലൊക്കെ അങ്ങനെ വ്യാപകമായി ഈ പ്രാവ് ഉണ്ടാവുമ്പോ അതിന്റെ കാസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ എന്താന്ന് വെച്ചാൽ മണിക്കൂറിന് ഇത് ക്ലീൻ ചെയ്യാം. അതുകൊണ്ട് ഇന്നതൊരു വിപത്തിലാവില്ല. ഇത് വ്യാപകമായി ഉണ്ടായി. അങ്ങനെ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആമായി. അങ്ങനെ വന്ന് ഈ പക്ഷി കാഷ്ടം ഉണങ്ങിയതാണ്, ഇവന്റെ ശരീരം അല്ലെങ്കിൽ വസ്ത്രം അതും ഉണങ്ങിയതാണ്, മനഃപൂർവ്വം ഒരു ചവിട്ടിയിട്ടില്ലെങ്കിൽ അത് അഫ്വ് ചെയ്യപ്പെടുമെന്ന്. അതുപോലെ തന്നെ മാലാഫമിഹി, ഈ പക്ഷികൾ പോലെയുള്ളവരുടെ വായിൽ തൊട്ടുന്ന അഫ്വ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്കന്നെ അത് നരസിനെ വല്ല കൊത്തുകയോ വരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് കഴുകി ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിലും അത് വ്യാപകമായ ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിന്റെ വായിൽ അത് വെള്ളത്തിലോ മറ്റോ തലയിട്ടാൽ അതും അഫ്വായിട്ട് പരിഗണിക്കപ്പെടും. ഇനി അതുപോലെ അഫ്വ് ചെയ്യപ്പെടുന്ന മറ്റൊന്ന് വെള്ളത്തിൽ നിന്ന് വളർന്നു വരുന്ന ജീവികളുടെ കാഷ്ടം, ആ കാഷ്ടത്തെ തൊട്ട് വെള്ളത്തിലാവും അഫ്വ് ചെയ്യപ്പെടും. മൊത്തം അഫ്വ് അല്ലട്ട. ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാകണമെങ്കിൽ പണ്ട് നമ്മൾ ഓതിയ ഖുലാസ നോക്കണം. അതിൽ വെള്ളത്തിൽ മാത്രം അഫ്വ് ഉള്ളതുണ്ട്, ദേഹത്തിൽ മാത്രം അഫ്വ് ഉള്ളതുണ്ട്, ഭക്ഷണത്തിൽ മാത്രം അഫ്വ് ഉള്ളതുണ്ട്. വേർതിരിച്ച് പറയണം. അതൊന്നും ഇപ്പൊ ഇവിടെ വേർതിരിക്കാതെ മൊത്തം പറയാം. വെള്ളത്തിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞാല് നമ്മളവിടെയൊക്കെ ഉണ്ടല്ലോ, നമ്മളവിടെയൊക്കെ പണ്ട് ഹൗദ് ഇംഗ്ലീഷ് മീൻ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, തിലാപ്പിയ കറിയുടെ മീന്. ഈ ഇംഗ്ലീഷ് മീനെ പോറ്റും. ഇംഗ്ലീഷ് മീൻ ഇങ്ങോട്ട് എപ്പോഴും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടായിരിക്കും ഉണ്ടാകുക. എന്നാ ആ തസ്ബീഹ് ചൊല്ലുമ്പോലെ തന്നെ നമ്മള് മിച്ചർ പോലെ ഇങ്ങനെ നൂലാമാല ഇഷ്ടം പോലെ കാഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഹൗദൊക്കെ നോക്കിയാൽ ഇറ്റങ്ങളുടെ കാഷ്ടം ഇങ്ങനെ നിറച്ച് കാണാതിരിങ്ങനെ മിച്ചർ പോലെ. അപ്പോ വെള്ളം 2 കൊല്ലത്തില്ലാതിരുന്നാൽ നെസാവോന്ന് ഇല്ല. കാരണം അത് അഫ്വാണ്. കാരണം എന്താ, വെള്ളത്തിൽ നിന്ന് വളർന്നു വന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അതില്ലാതെന്നാൽ ചിലപ്പോ വേറെ ചില ശല്യങ്ങൾ ഉണ്ടാവും, കൊതുക് ശല്യം മറ്റു പോലത്തെ ഉണ്ടാവും. ഹൗദിലൊക്കെ മീനിപ്പോ ഒഴിവാക്കിയതാണ് പള്ളികളിൽ കൊതുക് ശല്യം വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം. വെള്ളത്തിന്റെ വൃത്തി നോക്കിയിട്ട് നമ്മൾ അതിൽ മത്സ്യത്തെ വളർത്തുന്നില്ല. അങ്ങനെ വരുമ്പോ ഇതിൽ കൊതുക് മുട്ടയിട്ട് വളരാൻ നല്ല സുഖ. അതേ സമയത്ത് ഈ ഹൗദിൽ മത്സ്യം വളർത്തിയാൽ കൊതുക് മുട്ട മുഴുവൻ അവ തിന്നു കഴിയും. അപ്പൊ ഒറ്റ കൊതുകും വെള്ളത്തിന്ന് വിരിഞ്ഞ് പുറത്തു ചാടൂല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മത്സ്യങ്ങളെ കൊണ്ടുപോയിട്ട് തിലാപ്പിയാടാഞ്ഞാൽ മതി. മറ്റേ നാട്ടിലെ ചാടാത്ത സൈസ് പരലുണ്ട്, പരല് 2 ജാതി ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ് മാറിന് ചാട്ടക്കാരുണ്ട്. ഓലെ കൊണ്ടുപോയിട്ട് ഔതിൽ കൊണ്ടുപോയിട്ട് നമ്മളോട് പോകുന്ന നേരം വെളുത്തി എന്ന് നോക്കുമ്പോ ഒക്കെ ഔതുംകാരെ ചാടി ചത്ത് കിടക്കുന്നതാണ്. അതേ സമയത്ത് ഉറച്ചു നിൽക്കുന്ന ഗ്രൂപ്പ് മാറാത്തൊരു കൂട്ടരുണ്ട്. ആ പരലിന്റെ കൂട്ടത്തിൽ അയച്ചാൽ കൊണ്ടുപോയിട്ടാ മതി. അയച്ച വല്ലാതെ തൂറുമില്ല, ചാടി പോവില്ല. എന്നാൽ ഇങ്ങനെയുള്ള ശല്യം തീരും. ഏതായാലും ആട്ടെ, അങ്ങനെയുള്ള ജീവികൾ വെള്ളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുടെ കാഷ്ടം, ആ കാഷ്ടത്തെ തൊട്ട് അഫ്വാണ് വെള്ളത്തിൽ. ഔബൈന ഔറാഖ് ഷജറിന്നാറജീലി, അല്ലെങ്കിൽ തെങ്ങോല, തെങ്ങിന്റെ ഓല ഉണ്ടല്ലോ, ആ ഓലന്റെ ഇടയിൽ ഉണ്ടാണ് ചില ജീവികളുണ്ട്. അവയുടെ കാഷ്ടത്തെ തൊട്ടും അഫ്വ് ചെയ്യപ്പെടും. ഇനി തെങ്ങോല എന്ന് അറിഞ്ഞിട്ട് എന്താണത് എന്ന് തിരിഞ്ഞിട്ടില്ല. ആ പറച്ചില് കേട്ടാൽ തന്നെ മനസ്സിലാവും. അതിനെപ്പറ്റി ഒന്നും ഉണ്ടാതെ പോയേക്കാണ് ഈ ആനത്തേരൻ. കാരണം ഓല അവിടെ അന്നൊന്നും തെങ്ങ് എപ്പൊക്കെ സൗദി പേരും മറ്റുമൊക്കെ ഇഷ്ടം പോലെ തെങ്ങായി. മുമ്പ് അത് അറിയില്ല. അപ്പൊ തെങ്ങോല ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ. അല്ലത്തി എങ്ങനെയുള്ള ഓലയാണ്? തുസ്തറു ബിഹൽ ബുയൂത്തു അനിൽ മത്വരി. കണ്ടോ, മഴ ഇതാല് വെള്ളം ചോരാതിരിക്കാൻ വേണ്ടി പെരമേയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓലാന്ന്.
ഇപ്പൊ ഇനി ഓലപ്പേരൊക്കെ പോയി ഉണ്ടിട്ടോ. ഇവിടെ വലിയ 5 സ്റ്റാർ റിസോർട്ടുകളിലൊക്കെ ഔട്ട് ഹൗസ് എന്ന പേരിൽ ഈ ഓല കൊണ്ട് കെട്ടി മറച്ചുണ്ടാക്കിയതുണ്ട്. ആ ഔട്ട് ഹൗസിന് മണിക്കൂറിന് എത്ര വാടക ഞങ്ങൾ കരുതിയത്. അതേ സമയത്ത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു ഓല കൊണ്ട് കെട്ടിണ്ടാക്കിയാൽ അല്ലോ മിസ്കീന്റെ അങ്ങേയറ്റത്തെ മിസ്കീനാ. അതേ സമയത്ത് ഈ ഔട്ട് ഹൗസ് പറഞ്ഞിട്ട് ഓല കൊണ്ട് കെട്ടിണ്ടാക്കിയതിൽ ഒരു ദിവസത്തിന് 20,000 25,000 റുപ്യൊക്കെയാണ് വാടക കൊടുക്കുക. അതാണ് പോയത്. അപ്പൊ ഈ മഴ പെയ്യുമ്പോ ചോരാതിരിക്കാൻ വേണ്ടി പെരമേയാൻ ഉപയോഗിക്കുന്ന തെങ്ങോലക്കിടയിൽ ഉണ്ടാവുന്ന ഒരു തരം ജീവിണ്ട്. അത് കാശിച്ച് അതിങ്ങനെ എപ്പോഴും വീട് മേഞ്ഞതല്ലേ, അതിൽ നിന്നിങ്ങനെ നിരന്തരമായിട്ട് ശല്യമായിട്ട് വരികയാണെങ്കിൽ അതിനെ തൊട്ട് മഫുണ്ട്. അങ്ങനെയുള്ള ഒരു തരം പുഴു വയ്ക്കും, ആ പുഴുവിന്റെ കഷ്ണത്തിൽ തൊട്ട്. എപ്പോഴാണ് അതൊക്കെ അഫു? ഹൈസു യസുറു സോനുൽ മായി അൻഹു, അതിനെ തൊട്ട് വെള്ളത്തെ കാക്കാൻ പ്രയാസമാവുന്ന സാഹചര്യത്തിൽ. ഹൗദും പര ഓല കൊണ്ട് കെട്ടിയതേനി കുട്ടിക്കോ, തെങ്ങോല കൊണ്ട് മേഞ്ഞതേനി. അമ്മലാണെങ്കിൽ ആ ഓലം വരാണെങ്കിൽ ഒരു തരം പുഴു, ആ പുഴു ആണെങ്കിൽ അയിമ തന്നെ ഉണ്ടാകുന്നതാണ്. അതിങ്ങനെ ഈ ഹൗദിലേക്ക് എപ്പോഴും കാശിച്ചു കൊടുക്കുക. എന്നാ പിന്നെ അത് ഇടങ്ങാറാണെങ്കിൽ അഫു ചെയ്യപ്പെടൂന്ന്. മാത്രമല്ല കാലജം, ഒരു സംഘം ഇമാമിയങ്ങൾ പറയുന്നു വകഥ, ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഓലം വരൊക്കെ ഉണ്ടാണ്, അതുപോലെ വെള്ളത്തിലുണ്ടാകുന്ന ജീവിയൊക്കെ പറഞ്ഞതുപോലെയാണ് മാ, ഒരു നജസിനെ തൊട്ടും അഫു ചെയ്യപ്പെടും. എങ്ങനത്തെ നജസാണ്? തുൽക്കിയിൽ ഫീറാനു, എലികളിടുന്ന, എന്താ ഇടുന്നത്? കൈക്കറിൽ കൊണ്ടുവന്നിട്ടല്ല, മിനർ റൗസി, അവയുടെ കാഷ്ടം. എലി കാഷ്ടിക്കുക എവിടെ? ഫീ ഹിയാദിൽ അഖ്രിയത്തി, കക്കൂസിലെ ഹൗദുകളിൽ. അന്നൊക്കെ അങ്ങനെയാണ്. ഇപ്പത്തേക്ക് വേറൊരു ടാങ്കി, നല്ല ഭദ്രമായ ടാങ്കി വെച്ച് അതിൽ നിന്നിട്ടൊരു പൈപ്പ് കൊടുത്ത് ആവശ്യത്തിന് ബക്കറ്റിലേക്ക് പൈപ്പ് തുറന്ന് വെള്ളമെടുത്ത് ആവശ്യം കഴിഞ്ഞ് അടച്ചു വെക്കുന്ന സംവിധാനമല്ല. മറിച്ച് ഒരു ചെറിയ ഹൗദ് കെട്ടിയിട്ട് അതിൽ വെള്ളം കോരി ഒഴിച്ച് നടക്കലാ മുമ്പത്തെ പരിപാടി. എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് കോരിയെടുത്ത് ഉപയോഗിക്കലാണ്. അപ്പൊ ഈ ഹൗദ് പൊതുവെ എലിശല്യം എല്ലായിടത്തും ഉണ്ടാവും. കക്കൂസ് പോലത്തെ സ്ഥലങ്ങളിൽ വല്ലാതെ എലിശല്യം ഉണ്ടാവും. അപ്പൊ ഈ എലിശല്യം കൊണ്ട് എപ്പം നോക്കിയാലും ഈ ഹൗദില് എലിക്കാഷ്ടം ഉണ്ടാവും. എന്നാൽ അതിനെ തൊട്ട് അഫു ഉണ്ടാവും. എപ്പോ? ഇതാ അമ്മല്ലിബത്തിലാവു ബിഹി, ഈ എലിക്കാഷ്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് വ്യാപകമാണ്. എന്നാ എത്ര നോക്കിയാലും വൃത്തിയാക്കി ഇന്ന് നമ്മളൊക്കെ വൃത്തിയാക്കി ഹൗദില് പുതിയ വെള്ളം നിറച്ചാൽ നാളെ നോക്കുമ്പോ പിന്നെയും കാണാം. ഇനി അത് പിന്നെ ഒക്കെ ഒഴിവാക്കി വൃത്തിയാക്കി വെക്കുക. പിന്നെ എപ്പോ നോക്കിയാലും അങ്ങനെ തന്നെ. അങ്ങനെ ആമായ ബലാ ഉണ്ടാകുകയാണെങ്കിൽ കക്കൂസിലെ ഹൗദിൽ നിന്നും ഹൗദിലേക്ക് എലി കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് അഫു ചെയ്യപ്പെടും, ആ വെള്ളം ഉപയോഗിക്കാം എന്ന് മാത്രമല്ല. ഫിസാരി, നേരത്തെ ബഹുമാനപ്പെട്ട ഇമാം ഫിസാരി തങ്ങൾ പറഞ്ഞ ഒരു മസലുണ്ട്. ആ ബാസ് ഈ പറഞ്ഞ അഭിപ്രായത്തെ ബലപ്പെടുത്തും. ഇബ്തിലാൽ ആമാവുന്ന സമയത്ത് അഫു ചെയ്യപ്പെടും എന്ന് ചുരുക്കം. ഷർത്തുദാരിക്ക കുല്ലി കണ്ടോ, ഈ പറഞ്ഞോടത്ത് ഇബ്തിലാമാവുന്നതിന് പുറമെ അഫു ചെയ്യപ്പെടാനുള്ള ഷർത്ത് ഇതാ കാന ഫിൽ മായി, വെള്ളത്തിലേ ഈ അഫു ബാധകമുള്ളൂ. അതായത് ദേഹത്തിലോ വസ്ത്രത്തിലോ ആണെങ്കിൽ ഇതൊന്നും അഫു ചെയ്യപ്പെടൂല. അതോ അതൊക്കെ വേർതിരിച്ച് തെർത്തീബാക്കി പറഞ്ഞത് ഖുലാസേല. അത് സംശയം തീരാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ നോക്കലാണ് ഖൈർ. അതായത് വെള്ളത്തിൽ മാത്രം അഫു ചെയ്യപ്പെടുന്നത്, വസ്ത്രത്തിലും ദേഹത്തിലും മാത്രം അഫു ചെയ്യപ്പെടുന്നത്, ഭക്ഷ്യപദാർത്ഥങ്ങളിൽ അഫു ചെയ്യപ്പെടുന്നത്, എല്ലായിടത്തും അഫു ചെയ്യപ്പെടുന്നത് എന്നിങ്ങനെ വേർതിരിച്ചിട്ട് അഫു ചെയ്യപ്പെടുന്ന നജസ്സുകളുടെ പട്ടികയാക്കി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഖുലാസയില്. അവിടെ നോക്കുക. ഇവിടെ ഇങ്ങനെ മൊത്തം പറയാണ്. ഈ പറഞ്ഞത് തന്നെയാണ് അവിടെയും പറയുന്നത്. പക്ഷെ അവിടെ എന്താക്കിയിട്ടുണ്ട്? അതൊന്ന് ക്രമപ്പെടുത്തി പട്ടികയാക്കി പരിഷ്കരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ആ ഉസ്താദിന്റെ ആ സേവനത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇമാമിയങ്ങൾ അന്ന് ഇതൊക്കെ എന്താണ് കിതാബ് ഓതുന്ന മുത്താലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അവര് നല്ല അതിന്റെ സറഹും ഹാഷുകളും ഒക്കെ നോക്കി തഹക്കീക്കാക്കി വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊള്ളും എന്നതുകൊണ്ടാണ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഇന്നത്തെ കാലത്ത് മുത്താലിമീങ്ങളാണെങ്കിൽ പോലും അങ്ങനെ ഹാഷിയും ഷറവും ഒക്കെ നോക്കി വിശദമായി മനസ്സിലാക്കി തഹക്കീക്കാക്കുന്നവർ കുറവായതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മുതാലിമീങ്ങൾക്ക് ഉൾപ്പെടെ വേർതിരിച്ച് മനസ്സിലാവണമെങ്കിൽ അത് വേർതിരിച്ച് പട്ടികയാക്കി തന്നെ പറയണം എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബാബുസ്താദ് ഖുലാസയിൽ അത് വേർതിരിച്ച് പറഞ്ഞത്. അത് അവിടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് സുഹൃത്തുക്കളെ
ഓർമ്മപ്പെടുത്തുന്നു. അല്ലായുകയ്യറ വെള്ളം പകർച്ച വരാതിരിക്കുമ്പോഴാണ് നിറം മാറി വാസന മാറി അല്ലെങ്കിൽ രുചി മാറി വരുന്നാൽ പിന്നെ എന്തായാലും നജസ് തന്നെ. അതില്ലാതിരിക്കുകയും ആമായ ബലാഗ് വരികയും ചെയ്യുമ്പോഴേ അഫുള്ളൂ. ഇബത്തിലായ ആമാവും വേണം, അതോടുകൂടി വെള്ളത്തിന് പകർച്ച വരാതിരിക്കുകയും വേണം. 2 കൊല്ലത്ത് താഴെയുള്ള വെള്ളത്തിനെ പറ്റിയാ പറയുന്നത്. പകർച്ച വന്നാൽ 2 കൊല്ലത്ത് താഴെയുള്ളതാണെങ്കിലോ അധികരിച്ചതാണെങ്കിലോ ഒക്കെ നജസാവെന്ന് പണ്ട് പറഞ്ഞു ചെയ്തിരുന്നു. ഇന്ദഹ ആ ഫത്വ അവിടെ കഴിഞ്ഞു. പിന്നെ വസ്സബാദു അതിന് പോയാ തീരുവോക്കി ശരിയ വക്ക മൈത്തത്തിൻ എന്ന ഷർഹാണ് വരുന്നത്. അവിടത്തേക്ക് ഒരു മർഹല പോകാണ്ട് അവിടെ നോട്ടെ. ഇതിപ്പോ സിലബസ് പൂർത്തിയാക്കി പരീക്ഷ എഴുതാനൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. ഒരു കണക്കില്ലാതെ നമ്മളവിടെ പൂർത്തിയാക്കണം എന്ന് കണക്കാക്കി കാണ്ട് അവർക്ക് ഓടിയാല് ചിലപ്പോ ഇത് കേട്ടിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ കൺഫ്യൂഷൻ ആയി എന്ന് വരും. അങ്ങനെ തീർക്കേണ്ട ആവശ്യം ഇപ്പൊ നമുക്ക് ഇല്ലല്ലോ. എത്രത്തോളം എത്തിക്കോട്ടെ, എത്ര എത്തിയാലും ഹൈർ തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഓത്ത് അവിടെ നിന്നോട്ടെ. നാളഞ്ഞ് കീശീരി വന്നുകാണ്ട് ഇന്നത്തേക്ക് പേച്ച് അടിക്കാൻ പോണ്ട. ഒന്ന് അടയാളം വെച്ചോ, വെച്ച സ്ഥലം. മനസ്സിലായില്ലേ? പണ്ട് തീരെ ഓതാത്തോലോട് പറയലേ, തീരെ നല്ലോണം ഓതിനില്ലാന്ന് തോന്നുന്ന മുത്താരിമീങ്ങളോട് പറയുന്നുണ്ട്, വെച്ചോടത്ത് ഉള്ളി ഒരുതി വെച്ചാളുണ്ട്, നിർത്തിയോർത്ത് ഉള്ളി ഒരുതി വെച്ചാളുണ്ട് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്തുകാണ്ട് അവിടെ നിന്ന് മെല്ലെ ഇങ്ങനെ അമർത്തി ഒന്ന് അരച്ചു വെച്ചാല് പിറ്റേന്നെടുത്ത് മണത്ത് നോക്കിയാല് ഇവിടെ ഉള്ളി കണക്കുണ്ട്, അപ്പൊ ഇവിടെ വെച്ചെന്ന് മനസ്സിലാവും. എന്നേക്ക് കീശീരിനോട് ഇപ്പൊ ഉള്ളി അരുതി വെക്കാൻ പറയേണ്ടോർത്ത് എത്തില്ല. അന്ന് ഒരു ദിവസം പെച്ചതാ, അഞ്ഞ് പെക്കൂലെന്ന് തോന്നിയത്. അവിടെ അടയാളം വെച്ച് വെച്ചോ, നാളെ ഞാൻ പബ്ലിക്കിൽ അടിക്കുമ്പോ പേക്കാൻ നിക്കണ്ടെന്ന് ചുരുക്കം. ഇനി ഇഷ്കാരി ചോദിക്കാനുള്ളവരോ മസാല ചോദിക്കാനുള്ളവരോ ഒക്കെ വരട്ടെ. അള്ളാഹു തആല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ. നാഫിയായ ഇൽമ് തന്ന അള്ളാഹു തആല നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്യാനും അറിവില്ലാത്ത ഇൽമുകൾ പഠിക്കാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി മൈക്ക് ചോദ്യാർത്ഥികൾക്ക് വേണ്ടി കൈമാറുന്നു.